എന്നെ കേൾക്കുന്ന യൗവനക്കാരോടും മാതാപിതാക്കളോടും ഒരു വാക്ക്. സാധാരണ യുവജന വാരത്തിന് ദീർഘവർഷങ്ങൾ പല ദേവാലയങ്ങളിൽ പോയി ഞാൻ വചന ധ്യാനം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, യുവജനങ്ങൾ പുറത്തുനിന്ന് മാതാപിതാക്കളെ ദേവാലയത്തിനകത്ത് കയറ്റിവിട്ട് അവരെ ഇരുത്തുക ആണ് പതിവ്. എന്നിട്ട് അവർ പുറത്തു നിൽക്കുന്ന പതിവാണുള്ളത്. എന്നാൽ ഈ സന്ധിയിൽ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ ഇടത്തും വലത്തും അല്ലെങ്കിൽ അല്പം മുൻപിലും അവരെ ഇരുത്തി നിങ്ങൾ അല്പം പുറകോട്ട് മാറിയിരുന്ന് അവരോട് ചേർന്നിരുന്ന് ഈ വചനധ്യാനത്തിൽ പങ്കെടുക്കണം. കാരണം ഈ ആഴ്ചവട്ടം അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനും അവരുടെ ജീവിതത്തിന് പുനർക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഒരു അവസരമാണ്. മാധ്യമം ഏതായാലും എല്ലാറ്റിലൂടെയും പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അനേക ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അപ്രകാരം ആ ശുശ്രൂഷ എല്ലാവർക്കും ധന്യമായി തീരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. മാരാമൺ മാർത്തോമാ ഇടവക അത്തരത്തിൽ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യ കൂടാരമായി നിൽക്കുന്നല്ലോ. ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. നമുക്ക് ഈ സന്ധിയിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് വചനധ്യാനത്തിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കാം. വായിച്ചു കേട്ട വേദഭാഗം എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സഭയുടെ ഫാദർ വില്യം ജോൺ എന്ന പട്ടക്കാരൻ അടുത്ത സമയത്ത് പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസ് ലെറ്ററിൽ ഇപ്രകാരം ഒരു അനാലജി എഴുതി, ഉദാഹരണം എഴുതി. അതിങ്ങനെയാണ് ആ ഉദാഹരണം. അച്ഛൻ പറയുന്നു, 2 birds were flying over the same desert. ഒരു മരുഭൂമിക്ക് മുകളിൽ 2 പക്ഷികൾ പറക്കുകയാണ്. ഒന്നിന്റെ പേര് വൾച്ചർ, മറ്റൊന്നിന്റെ പേര് ഹമ്മിങ് ബേർഡ്. അച്ഛൻ തുടർന്ന് പറയുന്നു, വൾച്ചർ ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കുകയാണ്. എന്താണെന്ന് അന്വേഷിക്കുന്നത്? where there is rotting meat, എവിടെയെങ്കിലും അഴുകിയ നാറിയ മാംസകഷണങ്ങൾ ഉണ്ടോ എന്നാണ് അത് അന്വേഷിക്കുക. അതേ ആകാശത്തിന് മുകളിൽ മറ്റൊരു പക്ഷി പറക്കുന്നുണ്ട്. അതിന്റെ പേര് ഹമ്മിങ് ബേർഡാണ്. അതന്വേഷിക്കുന്നത് where there is new blossoms and honey, എവിടെയെങ്കിലും ഇപ്പോൾ വിടർന്ന പൂ ഉണ്ടോ, അതിൽ തേനുണ്ടോ എന്നാണ് അത് അന്വേഷിക്കുക. ഈ 2 പക്ഷികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് അച്ഛൻ 2 വാക്കുകളെ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: The vulture is looking for the past. The hummingbird is looking for the present. എന്നിട്ട് അതിനടിയിൽ അച്ഛൻ ഇങ്ങനെ ഒരു വാചകം എഴുതി: ഓരോ പക്ഷിയും അത് എന്ത് അന്വേഷിക്കുന്നുവോ അത് തന്നെ അത് കണ്ടെത്തുന്നു. ശരിയാണ്. എന്ത് അന്വേഷിക്കുന്നുവോ അത് തന്നെ നാം കണ്ടെത്തും, നിശ്ചയമാണ്. ഈ അനാലജി വായിച്ചപ്പോൾ 10-15 വർഷം ഒരു കൗൺസിലിംഗ് റൂമിൽ ഇരുന്ന് ധാരാളം ആളുകളെ അല്ലെങ്കിൽ ധാരാളം യൗവനക്കാരെ കണ്ടതിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ കാലത്തിൽ ഞാൻ ഈ അനാലജി എഴുതിയ ഒരു അടിക്കുറിപ്പ് എഴുതി. അതിതാണ്: ടുഡേ the humming birds are looking for the rotting meat. ഇന്ന് തേൻ കുടിക്കുന്ന പക്ഷികൾ നാറിയ മാംസകഷണങ്ങൾ അന്വേഷിക്കുന്ന കാലമാണ്. അവിടെ
എന്താ ഈ തേൻ കുടിക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ, നിന്റെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 3 വയസ്സ് മുതൽ ഈ തേനും തേൻകട്ടയും ഭക്ഷിക്കുന്നവരുടെ പേരാണ് മാർത്തോമാക്കാർ. ഈ ഭക്ഷണം 102 വയസ്സുള്ള നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയും ഇപ്പോൾ ഭക്ഷിക്കുന്ന സമയമാണത്. തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള വചനം ഭക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ 3 വയസ്സ് മുതൽ ജീവിത അവസാനം വരെ. പക്ഷേ ഇന്ന് വചനം ഭക്ഷിച്ച് ആരംഭിക്കുന്ന ധാരാളം ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ നാറിയ മാംസ കഷണങ്ങളുടെ അരികിലേക്ക് പോയി അധപ്പതിക്കുന്ന ഒരു കാലമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനധ്യാനത്തിൽ ഈ ഉപമയിലൂടെ നാം പ്രവേശിക്കുകയാണ്. വചനത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, ദൈവവചനത്തിന്റെ തത്വങ്ങളിലൂടെ ജീവിതത്തെ കെട്ടുപണി ചെയ്ത ഒരു യൗവനക്കാരനെയാണ് നാം ഈ രാത്രി ധ്യാനിക്കാൻ പോകുന്നത്. ഞാനതിന് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുകയാണ്: The story of Joseph, the story of an organized life with the word of God. ദൈവവചനത്താൽ, ദൈവവചനം കൊണ്ട് സമ്പുഷ്ടമാക്കപ്പെട്ട, രൂപമാറ്റം സംഭവിച്ച, നന്നായി രൂപപ്പെടുത്തിയെടുത്ത ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റെത്. ഈ ആഴ്ചയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ധ്യാനം. The organized life of Joseph with the power of the word of God. ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് അതിശക്തമായി രൂപമാറ്റം സംഭവിച്ച, അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്ന ഒരു ധന്യമായ ജീവിതമായിരുന്നു ജോസഫിന്റെ ജീവിതം. എങ്ങനെ ദൈവവചനം ജോസഫിനെ രൂപപ്പെടുത്തിയെടുത്തു എന്ന 4 കൊച്ചു വാക്കുകളിലൂടെ ദൈവവചനം നമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന രൂപാന്തരങ്ങൾ എന്തെന്ന് ഈ വചനധ്യാനത്തിലൂടെ നാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും യൗവനക്കാരും ചേർന്നിരുന്നാണല്ലോ ഈ ധ്യാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ലളിതമായി 4-5 കൊച്ചു ധ്യാനങ്ങൾ പറഞ്ഞ് ഈ വചനധ്യാനം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭവനത്തിൽ വചനം എങ്ങനെ ആരംഭിക്കുന്നു, വചനം എങ്ങനെ വളരുന്നു, വചനം എങ്ങനെ ക്രിയ ചെയ്യുന്നു എന്ന് ഈ കൊച്ചു കഥയിലൂടെ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കും. ഒന്നാമത്തെ ധ്യാനം, ദൈവവചനം ഗുണപാഠങ്ങളായി ജോസഫിന്റെ ഭവനത്തിൽ വിതറപ്പെടുന്നു. The word of God becomes the moral teachings in the tent of Joseph. ദൈവവചനം ഗുണപാഠങ്ങളായി യോസഫിന്റെ കൂടാരത്തിൽ വായിക്കപ്പെടുന്നു, ധ്യാനിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് സാധ്യമായി തീരുന്നതെന്ന് നാം ഒന്നാമത് ധ്യാനിക്കുകയാണ്. ജോസഫിന്റെ കഥയെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഒരു വാക്കിൽ അത് പറഞ്ഞ് ആരംഭിക്കാം. He was the tenderly cherished son of Jacob. ആ വാക്കിലെല്ലാം ഉണ്ട്. എന്താണ്? യാക്കോബിന്റെ ഏറ്റവും ഇഷ്ടപുത്രനായി, ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായി, ഏറ്റവും വലതുവശത്ത് നിർത്തിക്കൊണ്ടിരുന്ന ഒരു നല്ല പൈതലായി ജോസഫ് വളർന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒറ്റ വാക്ക് കഴിയുമ്പോൾ
മറ്റൊരു കഥയിലേക്ക്, മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഈ കഥ പോകുന്നത്. സഡൻലി, വളരെ പെട്ടെന്ന് ജോസഫ് എന്ന കൊച്ചു ബാലൻ തന്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നതിന് മുമ്പേ അവന്റെ ജീവിതത്തിലേക്ക് 4 വെല്ലുവിളികൾ കടന്നു വന്നു. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങളൊന്ന് കുറിച്ചു വെക്കുകയോ പുറകെ ധ്യാനിക്കാൻ വേണ്ടിയാണ്, മനസ്സിൽ ഗ്രഹിക്കുകയോ ചെയ്യണം. 4 വാക്കുകൾ. സഡൻലി ജോസഫ് വാസ് ഇൻ ദ ബിറ്റർ സിറ്റുവേഷൻസ്. ജീവിതത്തിന്റെ കൈപ്പേറിയ സാഹചര്യങ്ങളിലേക്ക് ജോസഫ് പോയി. കഥ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കേണ്ട, കഥയോട് ചേർത്ത് വെക്കണം ഇത്. He was in the bitter situations. 2, he was in the uncared for situations. ജീവിതത്തിൽ ആരും അവനെ കരുതാനില്ലാത്ത വളരെ അശ്രദ്ധമായ ഒരു ജീവിതത്തിലേക്ക് ജോസഫിന്റെ ജീവിതം പോയി. 3, the life of a stranger. ഒരു അപരിചിതന്റെ ജീവിതത്തിലേക്ക് ജോസഫിന്റെ ജീവിതം പോയി. പരിചയമില്ലാത്ത ഒരു ജനക്കൂട്ടത്തിന്റെ പിന്നാലെ ജോസഫ് യാത്രയാകുകയാണ്. 4, സ്ലോലി ദ ലൈഫ് ഓഫ് എ സ്ലേവ്. ഒരടിമയുടെ ജീവിതത്തിലേക്ക് അവന്റെ ജീവിതം എത്തിപ്പെടുകയാണ്. 4 വാക്ക് ഞാൻ പറഞ്ഞു. അപ്രതീക്ഷിതമായ സമയത്ത് ജോസഫിന്റെ ജീവിതം ഒരു കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് പോയി. ആരും കരുതാനില്ലാത്ത ഇടങ്ങളിലേക്ക് പോയി. ഒരപരിചിതന്റെ ജീവിതത്തിലേക്ക് പോയി. ഒരടിമയുടെ ഭാവമാറ്റത്തിലേക്ക് പോയി. ഞാനൊരു വാക്ക് അവിടെ അടിവരയിട്ടെ. ഫ്രം ടെൻസ് ടു ട്രെൻഡ്സ്. ടെന്റുകളിൽ നിന്ന് ട്രെൻഡുകളിലേക്ക് ജോസഫ് മാറി എന്നാണ് അതിന്റെ അർത്ഥം. കൂടാരങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പുതിയ വെല്ലുവിളികളിലേക്ക്, ട്രെൻഡുകളിലേക്ക് പോയി. ആ 2 വാക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ടെന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ വീടെന്നും, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവൻ കണ്ട, അനുഭവിച്ച, രുചിച്ച, നോക്കിക്കണ്ട ലോകമെന്നും അതിനർത്ഥമുണ്ടല്ലോ. വളരെ പെട്ടെന്ന് ടെന്റുകളിൽ നിന്ന് ട്രെൻഡുകളിലേക്ക് ജോസഫ് പോയി. ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ യൗവനക്കാരോട് ചേർന്ന് ഒരു വാചകം അവർക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നാം ഇന്ന് ജീവിക്കുന്നത് 3 ലോകത്തിലാണ്. ഞാൻ ജനിച്ചപ്പോ ഈ ഭൂമിയിൽ 2 ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ദ റിയൽ വേൾഡ്, ഈ കാണുന്ന ലോകം. അതിനുശേഷം രണ്ടാമതൊരു ലോകം കൂടെ നമ്മൾ അവിടുന്ന് പഠിക്കുന്നു. ദാറ്റ് ഈസ് ഐഡിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കും കുറച്ച് നാള്, ബാക്കിയുള്ള ജീവിതം സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണ് സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിരുന്നുള്ള പാട്ടൊക്കെ ഉണ്ടായത്. എന്നാൽ ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ജനിച്ചപ്പോൾ ഇല്ലാതിരുന്ന ഒരു ലോകം ഇവിടെ ഉണ്ടായി. അതിന്റെ പേരാണ് വെർച്വൽ വേൾഡ്. ഒരു അയഥാർത്ഥമായ ലോകം കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ യൗവനക്കാർ നേരിടുന്നത് 3 ലോകത്തിന്റെ വെല്ലുവിളികളാണ്. ദ റിയൽ വേൾഡ്, ദ ഐഡിയൽ വേൾഡ് ആൻഡ് ദ വെർച്വൽ വേൾഡ്. ഇത് അസാധാരണമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലമാണ്. അവരിൽ ചിലർ ഇന്ന് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നേരിട്ട് കാണാൻ നിങ്ങളെ സാധിക്കാത്തതുകൊണ്ട്, മുഖം കാണുന്നില്ലെങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 3 ലോകത്തിൽ നിന്ന് നിങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ലോകം ഏത്? എല്ലാവരും ഉച്ചത്തിൽ ഒരു വാക്കിൽ പറയും, വെർച്വൽ വേൾഡ്. സമ്മതിക്കും, ഞാനും അത് സമ്മതിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വെർച്വൽ വേൾഡിലാണ് ഒരുപാട് പേർ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മളെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു ലോകമാ ഈ ലോകം. മുറിയിലൊക്കെ കയറി വാതിലടച്ച് ഇരുന്നാൽ ഒരൊറ്റ മനുഷ്യനും ലോകത്തിൽ നമ്മളെ അറിയത്തില്ല നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നു എന്ന്. നമ്മൾ ചെന്നെത്തുന്ന ഈ ലോകത്തിൽ നമ്മൾ തികച്ചും അപരിചിതരാ. നമ്മളെ ആരും കണ്ടുപിടിക്കാനില്ല. കുറേയേറെ ആളുകൾ ഈ ലോകത്തിന്റെ അടിമകളായി ഇതിനോടകം മാറിയിട്ടുണ്ട്.
ദീർഘമായി കഥ പറയാൻ എനിക്ക് അവസരമില്ലല്ലോ. ഞാൻ ഒന്നാമത്തെ ധ്യാന വിശേഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ടെന്റുകളിൽ നിന്ന് ട്രെൻഡുകളിലേക്ക് ജോസഫ് പോയപ്പോൾ അവൻ അതിനെ നേരിട്ടത് എങ്ങനെയാണ്? ഒന്നാമത്തെ വാക്ക്, then his thoughts turned to his father's God. അപ്പോൾ അവന്റെ അപ്പന്റെ ദൈവത്തെ കുറിച്ച് അവൻ ഓർത്തു. മനസ്സിൽ കുറിക്കാൻ ഒരു വാക്ക് പറയാം, the thoughts. ജീവിതത്തിൽ ഞാനും നിങ്ങളും ചില ഓർമ്മകളും ചില ചിന്തകളും കൊണ്ട് മാത്രം ജീവിക്കേണ്ട സമയങ്ങൾ വരും. ഞാനതിനെ ഇങ്ങനെ എഴുതി വെക്കാം, the 10 experiences of Jacob. യാക്കോബ് കൂടാരത്തിൽ പറഞ്ഞ വർത്തമാനങ്ങൾ, കൂടാരത്തിൽ വ്യാഖ്യാനിച്ച വചനങ്ങൾ, കൂടാരത്തിൽ വ്യാഖ്യാനിച്ച ദൈവാനുഭവങ്ങൾ കൊണ്ട് അവൻ വളരെ ദൂരെ ജീവിക്കേണ്ടതായി വന്നു. ലളിതമായി പറഞ്ഞാൽ, കൂടാരത്തിൽ കേട്ടതുകൊണ്ട് വളരെ ദൂരെ ജീവിക്കേണ്ട കാലം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. കൂടാരത്തിൽ കേട്ടതേ അവർക്ക് ഇപ്പോൾ കൂടെ ഉള്ളൂ. കൂടാരത്തിൽ കേട്ട വചനം മാത്രമേ ഒരു കൂടപ്പുറപ്പായിട്ട് ഇപ്പോൾ അവർക്കുള്ളൂ. എന്തുവാ കൂടാരത്തിൽ കേട്ടതെന്താ? യാക്കോബ് എന്ന അപ്പൻ മോനോട് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. അതിതാണ്, മോനെ, ഞാൻ ഒരിക്കൽ ഏകനായ ഒരു വടിയോടുകൂടെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഓടിപ്പോയി. ബഥേലിൽ ചെന്നു. മുമ്പോട്ട് പോകാൻ വഴി കാണാത്ത കൂരിരുട്ട്. ഒരു മരച്ചുവട്ടിൽ വിശ്രമിപ്പാനായി ഒരുങ്ങി. ഡൺലപ്പ് തലയണയായിട്ട് വെച്ച് ഉറങ്ങിയ യാക്കോബ് ചുറ്റും നോക്കിയപ്പോൾ മറ്റൊരു ഡൺലപ്പ് പീസ് കണ്ടു. അതെടുത്ത് തലയണയായി വെച്ചുകൊണ്ട് അവിടെ ഉറങ്ങുകയാണ്. ആരും സഹായമില്ലാതെ പകുതി മയക്കത്തിലും പകുതി ഉറക്കത്തിലും ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കണ്ടു. ദൈവം ഉണ്ട്, അവിടെ ഉണ്ടായിരുന്നു. ദൈവം അതുകൊണ്ട് യാക്കോബിനുണ്ടായ നേട്ടം എന്താ? ഞാൻ 3 കൊച്ചു വാക്ക് പറയാം. God was there to Hello. 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 കേൾക്കാമോ ചോ? ഇപ്പം കേൾക്കാം. ഇടയ്ക്ക് ഡിസ്കണക്ട് ആയി പോയി. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ പ്ലീസ്. യാക്കോബ് ബഥേലിൽ കേട്ട 3 ദൈവശബ്ദങ്ങൾ ഇതാണ്. യോസഫിനോട് പങ്കിട്ടു. God was there to instruct me. God was there to comfort me. God was there to protect me. ദൈവം എന്നെ ഒരു ഉപദേശകനായി എൻ്റെ അരികിൽ ഉണ്ടായിരുന്നു, ഒരു ആശ്വാസപ്രദനായിട്ടുണ്ടായിരുന്നു, എന്നെ സംരക്ഷിക്കുവാൻ കൂടെ ഉണ്ടായിരുന്നു. When I was alone,
ഞാൻ തനിയെ ആയിരുന്ന സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ ഈ കൊച്ചു കഥ ജോസഫിനോട് കൂടാരത്തിൽ പറഞ്ഞിരുന്നു. ജോസഫ് ഇപ്പോൾ അപ്പനെ പോലെ തന്നെ ഏകനാണ്. അപ്പോൾ അവൻ ഓർത്തു, എന്റെ അപ്പനെ സഹായിച്ച ഒരു ദൈവം എന്നെ സഹായിക്കാൻ സംരക്ഷിക്കുവാൻ, എന്നെ നിരന്തരം ശത്രുക്കളിൽ നിന്ന് പരിപാലിക്കുവാൻ എന്നോട് കൂടെ ഉണ്ട്. ഈ രാത്രിയിലെ ഒന്നാമത്തെ എൻ്റെ വിഷയം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും എൻ്റെ വലതുവശത്തിരിക്കുന്ന എൻ്റെ യൗവനക്കാരോടും പറയാനുള്ളത് രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. Take your serious. എന്ത് ഹലോ രാജ കേൾക്കുന്നുണ്ട്, പറയാം. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ വാക്ക്, നിങ്ങളുടെ കൂടാരത്തിന്റെ അനുഭവങ്ങളെ, നിങ്ങളുടെ കൂടാരത്തെ തലമുറയ്ക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കുന്ന ഇടങ്ങളാക്കി രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഞാനതിന് ഇങ്ങനെ ഒരു വാക്ക് പറയും, നമ്മുടെ തലമുറയെ ഇങ്ങനെയാണ് വളർത്തേണ്ടത്. എങ്ങനെ? ഫ്രം ബർത്ത് ഓർഡർ ടു ബാപ്റ്റിസ്മൽ ഓർഡർ. ജനനത്തിന്റെ ക്രമം ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, ഇപ്പൊ ഓക്കെ? നല്ല മഴയുണ്ട്, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ശക്തമായ മഴ. ഞാൻ പറഞ്ഞത് എവിടെ വരെ കേട്ടു? മാമോദീസയുടെ മാമോദീസയുടെ ക്രമത്തിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല മാതാപിതാക്കൾക്കുണ്ട്. എന്തുവാ ഈ മാമോദീസയുടെ ക്രമം എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദീസ കഴിഞ്ഞ് മുൻപിൽ കൊണ്ടുവരുമ്പോൾ പട്ടക്കാരൻ അവസാനം നൽകുന്ന ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനത്തിൽ 2 വാചകം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, ഈ പൈതലിനോടൊത്തും പൈതലിനു വേണ്ടിയും ക്രമമായി പ്രാർത്ഥിക്കണം. 2, പൈതൽ വളർന്ന് പ്രായമായതിനു ശേഷം സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായെ കൈക്കൊള്ളുന്ന വിശ്വാസത്തെ അഭ്യസിപ്പിക്കേണ്ട ചുമതലയും നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് വളരെ വിനയമായി ഞാൻ ഈ രാത്രി ഓർപ്പിക്കട്ടെ. മാതാപിതാക്കളെ, we have taken a baptismal oath. ഈ രാത്രി ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ അടിവരയിട്ട് പറയുക, മാമോദീസായിൽ നാം ഒരു സമർപ്പണം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ കൂടാരത്തിൽ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന കുഞ്ഞിനെ ഒത്ത് ഞാൻ പ്രാർത്ഥിക്കും, അവനെ പ്രാർത്ഥനയുടെ കൃപയിൽ വളർത്തും, സാത്താനെ ഉപേക്ഷിപ്പാനും യേശു മിശിഹായെ കൈക്കൊള്ളത്തക്കവണ്ണം പൂർണ്ണ വിശ്വാസ സ്ഥിരതയിൽ
അവനെ ഞാൻ അല്ലെങ്കിൽ അവളെ ഞാൻ അഭ്യസിപ്പിക്കും. ഇത് മാമോദിസായിൽ നാം കൈക്കൊണ്ട പ്രതിജ്ഞയാണ്. ഞാൻ ഈ രാത്രി മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ കൂടാരങ്ങളുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? മാതാപിതാക്കളെ, മോറൽ ആൻഡ് മോഡലിംഗ്, ഇത് കൂടാരത്തിൽ കിട്ടേണ്ട 2 വാക്കുകളാണ്. ഗുണപാഠങ്ങളും മാതൃകയും ചേരുന്നതാണ് കൂടാരം. ഗുണപാഠങ്ങളും മാതൃകയും ചേരുന്നതാണ് കൂടാരം. കുഞ്ഞുങ്ങളുടെ അടുത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? തലകുനിച്ച് നമ്മോട് തന്നെ ചോദിക്കുക, എവിടെയെങ്കിലും മാതൃകകൾ തെറ്റിപ്പോയിട്ടുണ്ടോ? ക്രമം തെറ്റി ജീവിപ്പാൻ ഇടയായിട്ടുണ്ടോ? എൻ്റെ കൂടാരത്തെ ദൈവകൃപയുടെ വാഗ്ദത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലാക്കി തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, നിങ്ങൾക്കിപ്പോൾ പങ്കിട്ട് കിട്ടപ്പെടുന്ന നിങ്ങളുടെ കൂടാരത്തെ നിങ്ങൾ ഒരു നാളും മറന്നു കളയുന്നത്. ഇപ്പോൾ നിങ്ങളെ കൂടാരം നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവകൃപ പങ്കിടാൻ നിർബന്ധിക്കുന്നെങ്കിൽ പുറംകൈയല്ല കാട്ടിക്കൊടുക്കേണ്ടത്, കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ടെന്റിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ട്രെൻഡുകളിൽ ജീവിപ്പാനായിട്ട് പോകേണ്ടി വരുന്നത്. അല്പനേരത്തെ ധ്യാനം, അല്പനേരത്തെ ദൈവവചന പഠനം, അല്പനേരത്തെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ കൊച്ചു വീട്ടിൽ നടക്കുമ്പോഴേ ടേക്ക് ഇറ്റ് വെരി വെരി സീരിയസ്ലി, വളരെ ഗൗരവതരമായി അതിനെ ഏറ്റെടുക്കുവാൻ രാത്രി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവവചനം ഗുണപാഠങ്ങളായി ജോസിന് ലഭിച്ചിരുന്നു. അത് മാതൃകയിലൂടെയും സാൻമാർഗ ചിന്തകളിലൂടെയുമാണ്. ആ ചിന്തകളാണ് ജോസഫിനെ ഇന്ന് നമ്മുടെ ട്രെൻഡുകൾ കീഴടക്കി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ മാർത്തോമ ഭവനങ്ങളെ ലോകത്തിന്റെ ട്രെൻഡുകൾ വല്ലാതെ വല്ലാതെ കീഴടക്കി കഴിഞ്ഞു. സമയത്ത് ഒരു യൂത്ത് ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രമുഖനായ ഞാനിപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം ഒരുപാട് മൊബൈൽ യൂസേജ്, നെറ്റ് യൂസേജ് ഒരുപാടുണ്ട്, പലതരത്തിലുള്ള. എനിക്ക് തന്നെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 3-4 മണിക്കൂറൊക്കെ നെറ്റ് ഇങ്ങനെ കുരുങ്ങി നടക്കുമ്പോ ഈ ആപ്പ് എനിക്ക് ഒരു മെസ്സേജ് തരും, യുവർ ടൈം ഈസ് ഓവർ, ഒരുപാട് സമയമായി വിലസുന്നു, നിർത്തുക എന്ന് മെസ്സേജ് തരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോന്നെന്ന് പറഞ്ഞു. മാർത്തോമ യൂത്ത് ലീഗുകാർക്ക് ഇന്ന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവർക്ക് ആപ്പ് കൊണ്ടേ ജീവിക്കാനൊക്കത്തുള്ളൂ. അകത്തെ ആപ്പ് ഊരിപ്പോയവർക്ക് ഡൗൺലോഡ് ചെയ്തെങ്കിലേ ജീവിക്കാനൊക്കെ ഉള്ളൂ. ഈ രാത്രി വേദപുസ്തകത്തിൽ നിന്ന് ഒരു ആപ്പ് പറഞ്ഞുതരാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഒരു ആപ്പ് പറഞ്ഞിട്ടുണ്ട്: ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ
സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് വേദപുസ്തകത്തിലെ ഒരു ആപ്പാ. ഹൃദയത്തെ നിയന്ത്രിച്ചു നിർത്താൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ആപ്പുകളല്ല. ദൈവവചനം കൊണ്ട് ഞാനും നീയും നിയന്ത്രിക്കപ്പെടും. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവർക്ക് ആത്മാവിന്റെ വചനത്താൽ ബലം പ്രാപിപ്പാൻ കഴിയും. മറുവശത്ത് ഒരു കൊച്ചു ചെറുപ്പക്കാരനെ കൂടെ പരിചയപ്പെടുത്താം. ഞാൻ ഗോവയിൽ ഒരു ഫാമിലി കോൺഫറൻസിന് പോയപ്പോൾ പാലക്കാട് നിന്ന് 32 വയസ്സുള്ള കൃഷ്ണമേനോൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ പാലക്കാട് നിന്ന് കയറി. എന്റെ സൈഡ് സീറ്റിൽ അദ്ദേഹവും ഇരുന്നു അപ്പുറത്ത്. ഞാൻ സിവിൽ ഞാൻ നടന്നതുകൊണ്ട് കൗൺസിലിംഗ് കിട്ടുന്നുള്ളത് ചോദിച്ചുകൊണ്ട് വർത്തമാനം തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രിയായി, ഭക്ഷണം കഴിച്ചു. എനിക്ക് അപ്പർ ബർത്ത് കിട്ടി, അദ്ദേഹം താഴെയാണ്. ഞാൻ മുകളിലേക്ക് കയറി കുനിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഈ ഗോവയിലേക്കുള്ള ട്രെയിനിൽ ഒരാൾ മാത്രമേ ഈ രാത്രി പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അത് കെ തോമസ് അച്ഛനാണ്. അങ്ങനെ ആശ്വസിച്ച് കിടന്നു. രാവിലെ ഉണർന്നെഴുന്നേറ്റു. ഞാൻ താഴേക്ക് ഇറങ്ങി. വളരെ മുൻപേ ഉണർന്നിരുന്നു. ഇരിക്കുകയാണ് ലാപ്ടോപ്പിന്റെ മുമ്പിൽ. എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്തോ പ്രാർത്ഥനയോ ധ്യാനമോ ചെയ്യുകയാണ്. ഞാൻ മിണ്ടാതെ ഇരുന്നു അവിടെ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ധ്യാനത്തിനെതിരായ ആ ചെറുപ്പക്കാരൻ കണ്ടു. ഗുഡ് മോർണിംഗ്, ഈ ലാപ്പിൽ എന്താണ്? ഫാദറെ, ഞാൻ മുമ്പിലേക്ക് തിരിച്ചു. എന്താണ് അവിടെ കണ്ടത്? സ്ക്രോൾ ചെയ്തപ്പോൾ ഉപനിഷത്തിലെ 100 കണക്കിന് ധ്യാനങ്ങൾ ഇങ്ങനെ പറന്നു പോവുകയാണ് അതിലൂടെ. ഞാൻ ചോദിച്ചു, ഇത് എല്ലാം കൂടി ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, ഫാദർ, ഞാൻ ചൈനയിൽ ടോയ്സിന്റെ ബിസിനസ് ചെയ്യുന്നതാണ്. ടോയ്സ് ബിസിനസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഫാദർ അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമാണ്. പക്ഷെ എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യവും ചൈനയാണ്. എന്റെ ഭാര്യയുണ്ട്, 2 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാചകം ഇതാണ്: I survive in China because of these meditations. ഈ ധ്യാനങ്ങൾ എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വഴിപിഴച്ചു പോകാതെ ചൈനയിൽ ഇരിക്കുന്നത്. രാത്രി ഞാൻ നിങ്ങളൊരു വാക്ക് പറയട്ടെ. ഞാൻ ആ ചെറുപ്പക്കാരന് മുന്നിൽ ആദരവോടെ തല്ലിച്ചു. യുവജനങ്ങളോട് ചോദിക്കട്ടെ, ഈ രാത്രി നിങ്ങൾക്ക് പല പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് നിങ്ങളുടെ കൈകളിലില്ലേ? ഈ രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലരെങ്കിലും എന്നെ വിളിച്ച് പറയും, ഞാൻ വിശ്വസിക്കുകയാണ്. ആരുടെയെങ്കിലും ഗാഡ്ജറ്റ്സിൽ രാവിലെ ധ്യാനിക്കാൻ ഒരു ധ്യാനവാക്യം എഴുതിയ ധ്യാനം അതിനുള്ളിലുണ്ടോ? സന്ധ്യയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പേ കട്ടിൽ കയറിയിരുന്ന് വായിച്ചിട്ട് ഉറങ്ങത്തക്കവണ്ണം എന്തെങ്കിലും ഒരു ധ്യാനവാക്യം നിങ്ങളുടെ മൊബൈലിലുണ്ടോ? ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ സാക്ഷ്യം എനിക്ക് കേൾക്കണം ഈ രാത്രി. എൻ്റെ യൗവനക്കാരെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഈ ലോകത്തിന്റെ ട്രെൻഡുകളെ നേരിടണമെങ്കിൽ ചിലത് കയ്യിൽ കരുതിയേ മതിയാവൂ. അതിന് ദൈവം തന്നിരിക്കുന്ന ഉപകരണമാണ് ഈ ഉപകരണങ്ങളൊക്കെ. അതിന്റെ ഉപയോഗം തീരെ മോശമാണെന്നും ആരും പറയേണ്ട ആവശ്യമില്ല. ഇതിന് എത്രയോ ധന്യമായ ഉപയോഗമുണ്ട്. ഈ രാത്രി വേദപുസ്തകത്തെ പോലെ തന്നെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന ഈ ഉപകരണങ്ങൾ എന്നെ ബലപ്പെടുത്തുന്നതാണ്, എന്നെ ശക്തിപ്പെടുത്തുന്നതാണ്, എനിക്ക് ഒത്തിരി കൃപ പകരുന്ന ഉപകരണമാണ് എന്റേത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ രാത്രി സമയപരിമിതി ഉണ്ടല്ലോ. ഞാൻ ഒന്നാമത്തെ വചനധ്യാനത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ധ്യാനിച്ച ഒന്നാമത്തെ വാക്യതായിരുന്നു എന്ത്? വചനത്തിന്റെ ഗുണപാഠങ്ങളെ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ
കൂടാരങ്ങൾ. കൂടാരങ്ങൾ വചനത്തിന് ഗുണപാഠങ്ങളുടെ പാഠശാലയായി മാറേണ്ട ഇടം. മാതാപിതാക്കളെ, നാം ചെയ്ത സമർപ്പണത്തെ മറന്നു പോകരുതേ. യൂത്ത്സ്, ടേക്ക് യുവർ ടെൻസ് വെരി സീരിയസ്ലി. രണ്ടാമത്തെ ധ്യാനം, ഗുണപാഠങ്ങളായി പഠിച്ച ദൈവവചനം അല്പം കഴിഞ്ഞപ്പോൾ അത് മൂല്യങ്ങളായി മാറുകയാണ്. The word become values at Egypt. ദൈവവചനം മൂല്യങ്ങളായി മാറുന്നു ഈജിപ്തിൽ. എന്താണ് ഈജിപ്റ്റ് ജോസഫിന് കൊടുത്ത വെല്ലുവിളി? വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 4 കൊച്ചുവാക്ക് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, വർഷിപ്പ് ഓഫ് ഫാൾസ് ഗോഡ്സ്. ഈജിപ്തിൽ ആയിരക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ ഫാൾസ് ഗോഡ്സ്. 2, സറൗണ്ടഡ് ബൈ ദ പോംബ് ഓഫ് റോയൽറ്റി. വളരെ രാജകീയമായ ജീവിതമായിരുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. 3, സപ്പോർട്ടഡ് ബൈ വെൽത്ത്. ധനത്തിന്റെ കുമിഞ്ഞുകൂടലുള്ള സ്ഥലം. 4, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ the culture of the most highly civilized world. ഈജിപ്ഷ്യൻ സംസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമാണെന്ന് അറിയാം. ഇതാ ജോസഫ് എത്തിപ്പെട്ടത് ഇവിടെയാണ്. അല്പം ഗുണപാഠങ്ങളും പഠിച്ചും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവൻ ഇവിടെ 4 വെല്ലുവിളി നേരിടുകയാണ്. ഞാൻ ഒരു വാചകം എൻ്റെ യൗവനക്കാരോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുക. There are times where your values are defined. നിങ്ങളുടെ മൂല്യങ്ങളെ നിർവചിക്കേണ്ട ചില സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ഈ യൗവന കാലഘട്ടത്തിൽ. ഞാൻ ആ വാക്ക് നിങ്ങളൊന്ന് കുറിച്ച്, നിങ്ങൾ കൂടാരത്തിൽ പഠിച്ച, സൺഡേ സ്കൂളിൽ പഠിച്ച മോറൽ സ്റ്റോറീസ് കൊണ്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. There are times where your values are defined. ഞാൻ ഈ മൂല്യത്തിൽ വിശ്വസിക്കുന്നയാളാണെന്ന് നിർവചിക്കേണ്ട ചില സമയം ഉണ്ട്. ജോസഫിന് ഇതൊരു നിർവചന സമയം, ഡിഫൈനിങ് മൊമെന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ജോസഫ് ജീവിതത്തെ ഈജിപ്തിൽ എങ്ങനെ നിർവചിച്ചു? ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ വാക്ക്, he kept simplicity and fidelity to God. 2 കൊച്ചുവാക്ക. ഇത്രയൊക്കെ അഫ്ലുവൻസ് ഉള്ളൊരു ദേശത്ത് സിംപ്ലിസിറ്റി ആൻഡ് ഫിഡലിറ്റി ടു ഗോഡ്, ലാളിത്യത്തോടെ ജീവിക്കാനും ഒപ്പം ആഴമായ ദൃഢമായ ദൈവവിശ്വാസത്തെ മുറുകെ പിടിപ്പാനും, അനേക ദൈവങ്ങളുടെ നടുവിൽ ഒരു ദൈവത്തെ മുറുകെ പിടിപ്പാൻ ആ ഭക്തൻ, ബാലൻ, യൗവനക്കാരന് സാധിച്ചു. ഒരു ഭക്തൻ പറഞ്ഞ വാചകം കൂടെ ഞാൻ അടുക്കുകയാണ് അവിടെ. Joseph in Egypt as a person who saw everything and heard not. ആടം ഭാഷയിൽ പറഞ്ഞാൽ കണ്ടു പക്ഷെ ഒന്നും കേട്ടില്ല. അർത്ഥം എല്ലാം കണ്ടു ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞാൽ, എന്റെ യൗവനക്കാരെ, എന്റെ യുവതി യുവാക്കളെ, ഈ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം കാണേണ്ടി വരും. കണ്ണ് തുറന്നേ ജീവിക്കാനൊക്കെ. ആരാവണ്ണൊക്കെ കണ്ണടച്ചുകൊണ്ട് നടക്കാനൊക്കത്തില്ല, പമ്പയിൽ വീണു പോവും. കണ്ണ് തുറന്നേ നമുക്ക് ജീവിക്കാനൊക്കെ. ഹേർട്ട് നോട്ട്. ഹേർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ കേട്ടാൽ ചിന്തിക്കും, ചിന്തിച്ചാൽ തീരുമാനിക്കും, തീരുമാനിച്ചാൽ അത് പെരുമാറ്റമാകും. എന്റെ അർത്ഥം കണ്ടതെല്ലാം കണ്ടതുപോലെ ജീവിക്കാൻ പണമായി ഉള്ളിലെടുത്തില്ല. ഞാൻ അടിവരയിടുക വാക്ക്. കണ്ടതെല്ലാം കണ്ടതുപോലെ ജീവിക്കാൻ ഉള്ളിലെടുക്കാത്തവന്റെ പേരാണ് ജോസഫ്. അവിടെയാണ്
വചനം മൂല്യങ്ങളായി മാറുന്നത്. ഇതിനെന്ത് ചെയ്യണം? വചനം എങ്ങനെ മൂല്യമായി മാറുന്നത്? ഉള്ളിൽ എഴുതാൻ ഒരു വാചകം ഞാൻ പറയുകയാണ്. Strengthening the boundaries. അതിരുകളെ ബലപ്പെടുത്തണം. നാട്ടിലൊരു അപ്പനോൻ പറയുന്ന സാധാരണ മോനെ എല്ലാത്തിനും ഒരതിര് വേണമെന്ന് പറയും. ഇപ്പൊ അതിന്റെ അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താ ഇപ്പൊ പറഞ്ഞേ. എല്ലാറ്റിനും ഒരതിരുണ്ടായിരിക്കും നല്ലതാണ്. ഇനി പറയുന്ന വാചകം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അതിരുകൾക്കുള്ളിലാണ് മക്കൾ ദൈവമക്കളായി തീരുന്നത്. അതിരുകൾക്കുള്ളിലാണ് നിങ്ങളുടെ മക്കൾ ദൈവമക്കളായി തീരുന്നത്. അപ്പോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്തുവാ? നല്ല അതിര് കെട്ടി കൊടുക്കണം. അപ്പനും അമ്മയുടെയും പണി അയൽവക്കക്കാരന്റെ അതിര് ശരിയാണെന്ന് പരിശോധിക്കുകയല്ല. വീടിനകത്ത് മക്കൾക്ക് ജീവിക്കുവാനുള്ള നല്ല അതിരുകളെ ബലപ്പെടുത്തി കൊടുക്കണം. മക്കളാരാ? റെസ്പെക്ട് the boundaries which is created here. നിങ്ങളുടെ വീട്ടിൽ ചില അതിരുകളെ മാതാപിതാക്കളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മറന്നു പോകല്ലേ. അതിരുകളെ ബഹുമാനിക്കുന്നവന്റെ പേരാ യൂത്ത് ലീഗുകാരൻ. ഒരു വീട്ടിൽ, ഒരു മാർത്തോമാക്കാരന്റെ വീട്ടിൽ 3 അതിരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ അതിര്, വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, നിങ്ങളുടെ വീടിന്റെ പ്രധാനപ്പെട്ട വാതിലിന്റെ കട്ടളയുടെ മുകളിൽ അത് കൂദാശ ചെയ്തപ്പോൾ ഒരു സ്ലീബ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയും, ദ ബൗണ്ടറി ഓഫ് ദ ക്രോസ്. ഒരു ക്രൂശിന്റെ അടയാളം. എന്തുവാ ഈ കുരിശ് വരച്ചതിന്റെ അർത്ഥം? പല അർത്ഥങ്ങളുണ്ട്. അതിലൊരു അർത്ഥം പറയാം. This space is redeemed. ഈ ഇടം വീണ്ടെടുക്കപ്പെട്ട ഇടമാണ്. പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ഒന്നോർത്തോണം, ഒരു സ്ലീബ വരച്ച വീട്ടിൽ നിന്നാണ് ഞാൻ പുറത്തു പോയതെന്നും സ്ലീബ വരച്ച വീട്ടിലോട്ടാണ് തിരികെ കയറുന്നതെന്നും ഓർത്തുകൊള്ളണം. വീണ്ടെടുക്കപ്പെട്ട ഇടത്തിന്റെ ജീവിതക്രമമാർഗമാകാറുണ്ട്. വീണ്ടെടുപ്പിന്റെ ക്രമത്തിലല്ലാതെ വീടിനകത്ത് ക്രമം വല്ലതും നടക്കുന്നുണ്ടോ പരിശോധിക്കണം. ഈ രാത്രി എത്രയോ ഭവനങ്ങളാണ് സ്ലീബ വരച്ച വീടിനെ വിശുദ്ധിയില്ലാതാക്കി തീർക്കുന്നത്. എത്രയോ വീടുകളാണ് വീടിന്റെ എല്ലാ ക്രമങ്ങളും എല്ലാ അതിരുകളെയും തകർത്തു ജീവിക്കുന്നത്. വീടിന് ഒന്നാമത്തെ അതിര് സ്ലീബയുടെ അതിര്. 2, രാവിലെയും വൈകുന്നേരവും പായിട്ട്, മാരാവണ്ണൊക്കെ ആവുമ്പോൾ പായല്ല, കാർപ്പറ്റ് ആയിരിക്കും. കാർപ്പറ്റ് ഇട്ട് അതിനകത്ത് കുടുംബ പ്രാർത്ഥന എന്നൊരു പദ്ധതിയുണ്ട്. അവിടെയാണ് ദൈവവചനം രാവിലെയും വൈകിട്ടും വായിക്കുന്നത്. എന്തിനാ ഈ രാവിലെയും വൈകിട്ടും ദൈവവചനം വായിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയും, the boundary of the word of God. രാവിലെയും വൈകുന്നേരവും ഇത് ഉള്ളിലാക്കിയിട്ട് പുറത്തിറങ്ങിയില്ലെങ്കിലേ പ്രമാണം തെറ്റിപ്പോവും. രാവിലെ ചില കൽപ്പനകളൊക്കെ വായിച്ചിട്ട് പുറത്തിറങ്ങിയില്ലെങ്കിൽ അച്ചായൻ കൽപ്പന തെറ്റിച്ചിട്ട് വീട്ടിൽ കയറു തിരിച്ച്. വിശദീകരിക്കുന്നില്ല ഞാൻ. ഒരു ലളിതമായ വാചകം പറയാം. വചനം ഉള്ളിലില്ലാത്തവർ വഴിയാധാരമായി പോകും. വചനം ഉള്ളിൽ ഇല്ലാത്തവർ വഴിയാധാരമായി പോകും. ഇന്ന് മാർത്തോമാ ഭവനങ്ങളുടെ തകർച്ച എവിടെയാണെന്നറിയോ? വചനത്തിന്റെ അതിര്
ഉള്ളിലില്ലാത്ത ജീവിതങ്ങൾ കൊണ്ട് ഏത് പ്രമാണവും തെറ്റിച്ച് ജീവിക്കാൻ നാം പഠിപ്പിക്കുകയോ ചെയ്യുന്ന കാലം. ജോസഫ് നമ്മളെ ഓർപ്പിക്കുക, യൗവനം വചനങ്ങളെ മൂല്യങ്ങളാക്കി തീർക്കേണ്ട കാലമാണ്. ഒരു വാക്കൂടെ, മൂന്നാമത്തെ അതിര് മാർത്തോമാക്കാരന്റെ ദ ബൗണ്ടറി ഓഫ് ദ സാക്രമെന്റ്. എന്റെയും നിന്റെ അധരത്തിൽ ഒരപ്പവും വീഞ്ഞും വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ശരീരത്തിന്റെ അതിരാണ് ഈ അപ്പവീഞ്ഞുകൾ. വിശുദ്ധ കുർബാന ജോർജ് എബ്രാഹിച്ചൻ ഉയർത്തി തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഇത് അധരത്തിൽ വെക്കുമ്പോ അധരത്തിൽ ശരീരത്തിന് ഏറ്റവും ശക്തമായ അതിരാണ്. വിശുദ്ധിയോടെ ശരീരത്തെ സൂക്ഷിക്കാൻ ശക്തിയേറിയ അതിരാണ് ഈ ദൈവത്തിന്റെ വചനം. കൂദാശയുടെ അതിരിലാണ് ഈ ശരീരം ജീവിക്കേണ്ടത്. കൂടുതൽ ലളിതമായിട്ട് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ അതിരിലാണ് ഒരു വീട്, ഒരു ശരീരം, ഈ മന്ദിരം ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞ 3 വാക്കുകളെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഒരു ശ്ലീബായുടെ അതിര് മുൻപിലുണ്ട്, ദൈവവചനത്തിന്റെ അതിര് പ്രാർത്ഥനാ മുറിയിലുണ്ട്, അത്തരത്തിൽ ഒരു വിശുദ്ധ മേശയുടെ അതിരുണ്ട്. ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അതിരുകൾക്ക് ബലം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഈ അതിരുകൾക്ക് ഉയരം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഈ അതിരുകൾ എവിടെയെങ്കിലും ഇളകിക്കിടക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന മക്കളെ, ദിസ് വീക്ക്, ഈ ആഴ്ച, ദിസ് ഈസ് ദ ടൈം ടു ബിൽഡ് യുവർ ബൗണ്ടറീസ്. മേക്ക് ഹെൽത്തി ബൗണ്ടറീസ്. ശരിയായ അതിരുകളെ നിർമ്മിക്കാൻ ആണ് യുവജനഭാഗം. വചനം കൊണ്ട് അതിരുകളെ സൃഷ്ടിക്കുന്ന നല്ല കാലമായി ഈ കാലം തീരേണ്ടതുണ്ട്. കൈകൾക്ക് ചില അതിര് നിർബന്ധമാക്കി കൊടുക്കണം. വിരല് തെറ്റിപ്പോകുന്നുണ്ട്, ചിലരുടെ കണ്ണുകൾ തെറ്റിപ്പോകുന്നുണ്ട്, ചിലരുടെ അധരങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. ഇതിനൊക്കെ അല്പം കൂടെ അതിര് കൽപ്പിക്കാൻ ഉള്ള വാരത്തിന്റെ പേരാണ് യുവജന വാരം. ബിൽഡ് ഹെൽത്തി ബൗണ്ടറീസ്. ഈ വചന ധ്യാനത്തിൽ മുറിക്കുള്ളിൽ ഇരുന്ന് കേൾക്കുന്ന എന്റെ യൗവനക്കാർ ചിലർ കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോർഡ് ജീസസ്, എന്റെ യേശുവേ, ഹെൽപ്പ് മീ ടു റീബിൽഡ് മൈ ബൗണ്ടറീസ്. തകർന്നു വീണുപോയ, കഴിഞ്ഞ 6 മാസത്തിന് മുമ്പേ തകർന്നു വീണുപോയ എന്റെ അതിരിനെ പുനർനിർമ്മിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ചില 3 മാസം മുമ്പേ ആരംഭിച്ച ദുശ്ശീലത്തിന്റെ അതിരിനെ അല്പം കൂടെ ബലപ്പെടുത്തി, ക്രമപ്പെടുത്തി എന്നെ ശുദ്ധീകരിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? ചില രഹസ്യ പാപങ്ങൾ കൊണ്ട് വർഷങ്ങളായി ജീവിക്കുന്നവർ ഈ രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. This week is the week to build our weak boundaries. നമ്മുടെ ബലഹീനമായ അതിരുകളെ ബലപ്പെടുത്താനുള്ള നല്ല കാലം ഇത്. 2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വചനം സന്മാർഗ പാഠങ്ങളായി തീർന്നു, വചനം മൂല്യങ്ങളായി തീർന്നു. 3ാമത്തെ ധ്യാനം, ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് കൊട്ടാരത്തിലേക്ക് പോയി. He is in the palace, or he was in the palace. അവിടെ ജോസഫ് വചനത്തെ നേരിട്ടത് ഇങ്ങനെയാ. The word of God become his principle. വചനം തത്വമാക്കി തീർക്കേണ്ട. The word should be our principle. എന്റെ ജീവിതത്തിൽ ഈ തത്വങ്ങളല്ലാതെ വേറെ തത്വങ്ങൾ പ്രബലപ്പെടാൻ അനുവദിക്കത്തില്ല. മൂല്യങ്ങൾക്ക് ചിലപ്പോ ശോഷണം സംഭവിച്ചാലും തത്വങ്ങൾ ഒരിക്കലും തിരുത്തി എഴുതാൻ പറ്റില്ല.
the word become my principle. എന്താ സംഭവം നമുക്കറിയാം, കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യോസഫ് കൊട്ടാരത്തിലെത്തി. ഈജിപ്തിൽ യോസഫിന് ടെംപ്റ്റേഷൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ കൊട്ടാരത്തിൽ ജോസഫിന് ഉണ്ടായിരുന്നത് ഫിയറി ട്രയൽസ് എന്ന് പറയും. ഭയങ്കരമായ ചൂട് പിടിച്ച, ഒരിക്കലും അടക്കാൻ കഴിയാത്ത വലിയ വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടത്. പരീക്ഷകളിൽ നിന്ന് പരിശോധനകളിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചു. എങ്ങനെ ഇന്നത്തെയും അന്നത്തെയും പരിശോധന വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അല്ലെങ്കിൽ പരീക്ഷ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ 3 കൊച്ചു വാക്ക് പറയാം. സോ സഡൻ, സോ സ്ട്രോങ്, സോ സിഡക്റ്റീവ്. മറക്കാൻ പാടില്ല ഈ 3 വാക്ക്. കൊട്ടാരത്തിനകത്ത് നിന്നപ്പോ പരീക്ഷ വന്നത് എങ്ങനെയാണെന്നറിയാമോ? സോ സഡൻ, വളരെ പെട്ടെന്ന്, അപ്രതീക്ഷിതമായ സമയത്താണ്. സോ സ്ട്രോങ്, അതീവ ശക്തിയോടെയാണ് അത് വന്നത്. 3, സോ സിഡക്റ്റീവ്, വലിയ മാസ്മരിക ലഹരിയുമായിട്ടാണ് അത് വന്നത്. യൗവനക്കാരെ, ഇന്ന് നമ്മുടെ ഇടയ്ക്ക് വരുന്ന പരീക്ഷകളും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിങ്ങനെ സൈറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ സോ സഡൻ, പെട്ടെന്നൊരു സൈറ്റിലേക്ക് ഒരു ക്ഷണം കിട്ടിയത്. സോ സ്ട്രോങ്, അതിശക്തിയായിട്ടാണ് നമ്മളെ പിടിച്ചത്. കേറിയപ്പോഴോ ലഹരിയാണ്, വല്ലാത്ത ലഹരി. ഇന്ന് ഞാൻ ധാരാളം പൊത്തിഫറിന്റെ സൈറ്റുകൾ ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരെണ്ണം തുടങ്ങാം നമുക്ക്. ദ സൈറ്റ് ഓഫ് പൊത്തിഫർ, പൊത്തിഫറിന്റെ സൈറ്റ്. അതിന് പല പേരുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഇറങ്ങി ഞെരിഞ്ഞു പുളഞ്ഞ് ഇറങ്ങുന്ന യൗവന കാലഘട്ടം. ഞാനതിലേക്ക് പോകുന്നില്ല. ഈ പൊത്തിഫർ എന്താണ് ജോസഫിന് വാഗ്ദാനം ചെയ്തത്? അല്പം കൂടെ വേഗത്തിൽ പോകണം. കൺസീൽമെന്റ്, ഫേവർ, റിവാർഡ്സ്. ഇന്ന് നമുക്ക് ഓഫർ ചെയ്യുന്ന ഇതൊക്കെയാണ്. ഒരൊറ്റ മനുഷ്യൻ അറിയത്തില്ല, എല്ലാം രഹസ്യമായി. ഇതുപോലെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയൊരു കാലവും ഉപകരണങ്ങളുള്ള കാലവും വേറെ ഇല്ല. കൺസീൽമെന്റ്, ഫേവർ. അയ്യോ, ഒരുപാട് ഒരുപാട് ഫേവർ കിട്ടും. പിന്നെ റിവാർഡ്സ്, പ്രതിഫലങ്ങൾ ഒരുപാട്. ഒരൊറ്റ തിന്മയ്ക്ക് കൂട്ടുനിന്നാ മതി, ഇത് 3 കയ്യിലിരിക്കും. ചെയ്തില്ലെങ്കിലോ ഡിസ്ഗ്രേസ്, ഇംപ്രിസൺമെന്റ്, ഡെത്ത്. രാജ്ഞിയുടെ കോപമുണ്ടാകും, ജയിലിൽ പോകേണ്ടി വരും, അവിടെ കിടന്ന് മരിക്കേണ്ടിയും വരും. അല്ലേ? ഒരു വശത്ത് രഹസ്യമായി സൂക്ഷിച്ചോളും, ഇഷ്ടം പോലെ പോക്കറ്റിലിടാൻ കിട്ടും, കൈ കെട്ടാൻ റോളക്സ് വാച്ചും കിട്ടും. ഇല്ലെങ്കിലോ ഡിസ്ഗ്രേസ്, രാജ്ഞിയുടെ മൂക്കിന്റെ തുമ്പ് കറുക്കും, ജയിൽ ഒരുങ്ങും, തൂക്കുമരങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഒരു കൊച്ചു വാക്ക് ധ്യാനിക്കാൻ പറയുകയാണ് ഞാനിവിടെ. ലൈഫ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ മൊമെന്റ്. ജീവിതം ചില നിമിഷങ്ങളിലെ തീരുമാനങ്ങളാണ്. ലൈഫ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ മൊമെന്റ്. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ, ജീവിതം ചില നിമിഷങ്ങളിലെ തീരുമാനങ്ങളാകട്ടോ. ഒരു നിമിഷത്തിന്റെ തീരുമാനം തെറ്റിപ്പോയാൽ പ്രമാണം മുഴുവൻ തെറ്റിപ്പോകും. എങ്ങനെ ഡിസിഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? വേദപുസ്തകത്തിലെ 2 വാക്യങ്ങൾ പറയുമ്പോൾ ആ ധ്യാനം പൂർണ്ണമാകും. അവിടെ
ജോസഫ് പുത്തിഫറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹൗ ക്യാൻ ഐ ഡു ദിസ് ഗ്രേറ്റ് വിക്കറ്റ്നെസ് ആൻഡ് സിൻ അഗൈൻസ്റ്റ് ഗോഡ്? വേർഡ് ബിക്കം പ്രിൻസിപ്പിൾ. എന്തുവാ? എനിക്ക് എന്റെ ദൈവത്തിന് വിരോധമായി ഈ തിന്മയും അകൃത്യവും എങ്ങനെ ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ വേർഡ് ഈസ് മൈ പ്രിൻസിപ്പിൾ. ഞാൻ എൻ്റെ അരുമനാഥനോട് പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ എൻ്റെ തത്വങ്ങളാകട്ടോ, വെറുതെ പറഞ്ഞതല്ല. ഞാൻ വായിച്ച ദൈവവചനമൊക്കെ എൻ്റെ തത്വങ്ങളാക്കി തീർക്കേണ്ട ഒരു കാലമായത്. The word become principle. ഒരു വാക്കോടെ പറയട്ടെ. His answer reveals the power of the religious principle. അവൻ വിശ്വസിച്ച മതത്തിന്റെ, അവൻ വിശ്വസിച്ച ആത്മീയ ജീവിതത്തിന്റെ മഹത്വം അവൻ കൊട്ടാരത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ മനസാക്ഷിക്ക് ക്രമം നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ രാത്രി ദൈവം തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ ഹൃദയത്തെയും ഹൃദയത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ രൂപപ്പെടുത്തേണ്ട ദൈവവചനമാണ്. The word should influence or create right feelings, right emotions. നമ്മുടെ ഹൃദയത്തിന് ശരിയായ പരിശീലനം കൊടുക്കുന്ന ദൈവവചനമാണ്. ഈ രാത്രി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. Lord Jesus, create new emotions in me through your word of God. ഈ രാത്രി കേൾക്കുന്ന ദൈവവചനം കൊണ്ട് എൻ്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നീ പുതിയ വികാരങ്ങളെ കൊണ്ട് എന്നെ രൂപപ്പെടുത്തിയെടുക്കണമേ. ഈ രാത്രി ആരുടെയെങ്കിലും വൈകാരിക ജീവിതം ഒരു വെല്ലുവിളിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, നിയന്ത്രിക്കാൻ വയ്യാത്ത വികാര അടിമത്വം ഈ രാത്രി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, നിന്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ രക്താംബരം പോലെ ഇരിക്കുന്ന പാപം നിറഞ്ഞ അധർമ്മം നിറഞ്ഞ വികാരങ്ങളെ കൊണ്ട്, അധമ വികാരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട എൻ്റെ ഹൃദയത്തെ നിന്റെ വചനത്താൽ ഈ രാത്രി ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് ശരീരം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലമാണ്. മനോരമക്കാര് പറയും ശരീരത്തിന് രണ്ട് ഉപയോഗമേ ഉള്ളൂ. ഒന്ന്, ഇറ്റ് ഈസ് ഫോർ അബ്യൂസ് ഓർ ഫോർ മിസ്യൂസ്. ഈ രണ്ട് വാക്ക് ഞാൻ വിശദീകരിക്കണ്ട. നമ്മളെല്ലാ ദിവസവും ഒരു കഥയെങ്കിലും കേൾക്കത്തില്ലേ? പിച്ചി ചീന്തിയ ശരീരങ്ങളുടെ കഥ. ശരീരം ഇതുപോലെ ഒന്നുകിൽ ഞാൻ ഇതിനെ ദുരുപയോഗം ചെയ്യും, ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനെ ദുരുപയോഗം ചെയ്യും. ഈ ശരീരത്തിന് എന്തുപയോഗമാ ഉള്ളേ? എന്തുപയോഗമുണ്ട്? സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലെ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നൂറുകണക്കിന് അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒരു കൊച്ചു കാര്യം മാത്രം പറയാം, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. ഞാൻ തിരുവല്ലയിലെ കൗൺസിലിംഗ് സെന്ററിൽ ഇരിക്കുമ്പോൾ എൻ്റെ അരികിൽ വന്ന 21 വയസ്സുകാരി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വരുന്നത്. അകത്ത് കയറി മാതാപിതാക്കളും 2 സഹോദരങ്ങളും കൂടിയുണ്ട്. ആദ്യം അവൾ തനിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, മോളെ എന്നെ പറ്റി? എൻ്റെ മോടെ പ്രായമേ ഉള്ളവർക്ക്. ഒന്നുമില്ല വെച്ചോ, ഒരു കൊച്ചു കാര്യം. കൊല്ലംകാരൻ അസീസ് ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ജോളിയുടെ വരുന്നുണ്ടോ? പുറകിലെ ഇരിക്കാൻ 2 സെന്റ് സ്ഥലം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു.
എത്ര സെന്റാ? 2 സെന്റ് ബാക്കി. ഈ മാർത്തോമയിലെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുകൂടെ അന്തസ്സായിട്ടൊക്കെ വളരുന്നതുകൊണ്ട് അവരാദ്യം ഒന്നും ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ലിജി വെച്ചം വല്ലതും അറിഞ്ഞാലേ വലിയ കുഴപ്പമാവും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ആഴ്ച 1 കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, അസീസ് ജോളി എന്നാ വരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത ചോദ്യം, എവിടെ വരെ പോകുമെന്നായി ചോദ്യം. ഇപ്പൊ വരുന്നില്ല. 3-ാം ആഴ്ചയായപ്പോൾ അസീസ് വീണ്ടും ചോദിച്ചു, എന്തു പറയുന്നു? എപ്പ തിരിച്ചു വരും എന്നായി. അന്ന് വൈകുന്നേരം ജോളി അസീസിന്റെ പുറകിൽ കയറി നേരെ ശംഖുമുഖത്തേക്ക് യാത്രയായി. ശംഖുമുഖത്ത് എത്തി കഴിഞ്ഞപ്പോൾ 6:30 മണിയായതുകൊണ്ട് ഹോസ്റ്റൽ കയറാനുള്ള സമയം കഴിഞ്ഞു. അസീസ് പറഞ്ഞു, ഇപ്പൊ ഹോസ്റ്റലിൽ ചെന്ന് കയറാൻ ഒക്കുകയില്ലല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ഇങ്ങനെ ക്രമീകരിക്കാം. ഇവിടെ നിന്ന് മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പോകാം എന്നാ പറഞ്ഞു. മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പോകാം എന്ന് പറയുകയാണ്. ശരി, രാത്രി പോയി. കഥ ചുരുക്കി പറയാം. ആ രാത്രി മുഴുവൻ ഒരു നീണ്ട യാത്രയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങി. ആ യാത്രയിൽ നിന്ന് തിരികെ വരുന്നു. ആ പെങ്കൊച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്. വി സ്പെൻഡ് 10 hours, 10 മണിക്കൂർ ഞങ്ങൾ ചെലവിട്ടു. അടുത്ത വാചകം, ഐ ലോസ്റ്റ് എവറിത്തിങ്. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട ചോ. നിങ്ങൾ ഈ കഥയെ വലിയ വികാരപരമായിട്ടൊന്നും എടുത്തു കളയരുത് കേട്ടോ. ജസ്റ്റ് എ റിമൈൻഡർ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയുള്ള കഥകളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. ജസ്റ്റ് എ റിമൈൻഡർ. എന്താണ് ഈ കഥയും ഈ പാഠവും നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മിലൂടെ ഈ രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ ശരീരത്തിന്റെ ഒരു ഉപയോഗം നിങ്ങളോട് പറയട്ടെ. ഈ ശരീരം എന്തിനു വേണ്ടിയാണ്? ഈ ശരീരം എന്തിനു വേണ്ടിയാണുള്ളത്? ഈ ശരീരത്തിന് എന്തുപയോഗമാണുള്ളത്? ഞാൻ വളരെ ലളിതമായി നിങ്ങളോട് പറയാം. ഒരു സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സോറി അച്ഛൻ, ചാർജ് കുറഞ്ഞതുകൊണ്ടാ. ഈ സമയം ശരീരത്തിന്റെ ഉപയോഗം എന്ത്? ലളിതമായ ഒരു കൊച്ചു വാക്ക് ഞങ്ങൾ പറയട്ടെ. ഈ രാത്രി എന്നെ കേൾക്കുന്ന യൗവനക്കാരൻ്റെ ഇടത്തും വലത്തും നിൽപ്പുണ്ട്. ഞാൻ ഒരു കൊച്ചു വാചകം പറയാം. ഈ ശരീരത്തിന്റെ ഉപയോഗം എന്തിന്? എന്താ? 27 വയസ്സുള്ള മനോജ് എന്ന ചെറുപ്പക്കാരൻ ഒരു വശത്തും, 23 വയസ്സുള്ള മീര എന്ന പെൺകുട്ടി മറുവശത്തും നിൽക്കുമ്പോൾ, രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ജോർജ് എബ്രഹാമച്ചൻ പള്ളിയിൽ അത് വിളിച്ചു ചൊല്ലി കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ടി മണവാളനും മണവാട്ടിയുമായി രണ്ടുപേരും ഒരുങ്ങി മാരാമൺ പള്ളിയുടെ പോർച്ചിലെത്തുമ്പോൾ പട്ടക്കാരനകത്തു നിന്നുകൊണ്ട് പറയും, മണവാളനും മണവാട്ടിയും ദൈവാലയത്തിൽ പ്രവേശിച്ചാട്ടെ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ മാരാമൺ പള്ളിയുടെ ചരിത്ര ഉറങ്ങുന്ന സ്ഥലത്തെ വിശുദ്ധ മതബഹായുടെ തിരശീല മാറും. ഒരു കൊച്ചു ചോദ്യം, മണവാളനും മണവാട്ടിയും കയറുമ്പോൾ ദേവാലയത്തിന്റെ തിരശീല മാറ്റുന്നത് എന്തിനാ? ചോദ്യോത്തരത്തിന് സമയമില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഇതാ, ഒരൊറ്റ വാചകം. Lord, we bring your body to submit in the altar.
കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനാ? ആ യാഗപീഠത്തിൽ വയ്ക്കാൻ. ബാക്കിയൂടെ കേൾക്കണം. ഈ യാഗപീഠത്തിൽ വെച്ച ശരീരമാണ് പട്ടക്കാരൻ എടുത്ത് 1 മണിക്കൂർ വാഴ്ത്തി മറ്റേ ആളുടെ കയ്യിൽ കൊടുക്കുന്നത്. പിടികിട്ടിയോ? ഈ യാഗപീഠത്തിൽ വെച്ച ശരീരമാണ് പട്ടക്കാരൻ വാഴ്ത്തി മറ്റേയാളിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വാഴ്ത്തുന്നത് മാലയും മോതിരവും മന്ത്രകോടിയുമാണെന്ന്. പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അതല്ല സത്യം. വാഴ്ത്തുന്നത് ശരീരമാണ്. വാഴ്ത്തിയ ശരീരമാണ് എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, കല്യാണം എന്താന്ന് ചോദിച്ചാൽ ലളിതമായ ഒരു വാക്കിൽ ഞാൻ പറയും, വാഴ്ത്തി കിട്ടിയ ആളിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതാ കല്യാണം. വെറുതെ കിട്ടിയതല്ല, വാഴ്ത്തി കിട്ടിയതാ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ പോകുമ്പോ വാഴ്ത്തി കിട്ടിയ ജോർജ് കുട്ടിച്ചായ ബാ ചോറുണ്ണാം എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് എൻ്റെ വിചാരം. രാവിലെ ഉണരുമ്പോ ജോർജ് കുട്ടിച്ചാനും സൂസമ്മയെ വിളിക്കാം, സൂസമ്മേ വാഴ്ത്തി കിട്ടിയവളെ വാ ഇഡലി തിന്നാം എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. യൗവനക്കാരെ, ഈ ശരീരം വാഴ്ത്താനുള്ളതാ കേട്ടോ. എന്നെ കേട്ട യുവതി യുവാക്കളെ, ഈ ശരീരം ഒരു നാളിൽ വാഴ്ത്താനുള്ളതാ. വാഴ്ത്താനുള്ള ശരീരത്തെ ആരും കേറി ഞോണ്ടരുത്. അത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. വാഴ്ത്താനുള്ളതിനെ ആർക്കും ഞോണ്ടാൻ കൊടുക്കരുത്. ഇത് യാഗപീഠത്തിൽ വെക്കാനുള്ളതാണെന്നുള്ള ഓർമ്മയിൽ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗവസ്തുവായി അർപ്പിക്കാനാണെന്നുള്ള ബോധ്യം ഈ രാത്രി നമുക്കുണ്ടാകണം. ഈ രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നു. പൊത്തിഫർ ആരാ? എ ലേഡി ഹു ഈസ് സ്പീക്കിംഗ് ഹോർമോൺ ലാംഗ്വേജസ്. ഹോർമോൺ ലാംഗ്വേജ് സംസാരിക്കുന്ന സ്ത്രീയുടെ പേരാണ് പൊത്തിഫർ. ഹോർമോൺ ലാംഗ്വേജ് എന്താണെന്ന് വിശദീകരിക്കാൻ സമയമില്ല. അത് ലിജുവച്ചനും ഡൈജുവച്ചനും ഒക്കെ വ്യാഖ്യാനിച്ചു തരും, അവർക്ക് അഭിപ്രായമുണ്ട്. ഹോർമോൺ ലാംഗ്വേജ് സംസാരിക്കുന്നയാളാണ് പൊത്തിഫർ. പക്ഷേ ജോസഫ് എന്ന മനുഷ്യൻ could speak divine languages. ഇതാ വ്യത്യാസം. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന ഒറ്റയ്ക്കുള്ള സമയവും നാം സ്വകാര്യമായി ചെലവിടുന്ന സമയവും നാം ആരും അറിയാതെ ഇരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ നാം സംസാരിക്കുന്നത് ഹോർമോൺ ലാംഗ്വേജസ് ആണോ അതോ ഡിവൈൻ ലാംഗ്വേജസ് ആണോ? ഞാൻ ആരെയും ഈ രാത്രി വിധിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ രാത്രി കൂപ്പുകൈകളോടെ ദൈവസന്നിധിയിൽ ഒരു കാര്യം ഏറ്റു പറയേണ്ടതായിട്ടുണ്ട്. കർത്താവേ, എൻ്റെ അധരങ്ങളെ തീക്കനൽ കൊണ്ട് ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ജോസഫ് സംസാരിച്ചതുപോലെ, ജോസഫ് ഏറ്റു പറഞ്ഞതുപോലെ ഏറിയ ദൈവശബ്ദങ്ങൾ പുറപ്പെടുവിപ്പാൻ എൻ്റെ അധരത്തെ നീ ക്രമപ്പെടുത്തിക്കൊള്ളണമേ. ഇന്ന് കൈ തൊട്ടാലും കാല് തൊട്ടാലും അധരം തുറന്നാലും എല്ലാം ഹോർമോൺ ലാംഗ്വേജ് സംസാരിക്കുന്ന കാലമാണ്. അത് കേട്ട് മടുത്ത കാലമാണ്. 2 യൗവനക്കാർ ചേർന്നാൽ അതല്ലാതെ മറ്റെന്താ സംസാരിക്കുന്നത്? ആ കാലത്തിൽ ജോസഫ് revealed the power of the word of God. He translated the word into principle. ദൈവവചനത്തെ തത്വമാക്കി രൂപാന്തരപ്പെടുത്തിയവൻ പറഞ്ഞു, I could speak divine languages in the midst of hormone language. ഒരു കൊച്ചു വാചകം കൂടെ, 4ാമതൊരു കൊച്ചു ധ്യാനം കൂടെ. Within 3 minutes I shall stop. 4ാമത് വചനം ജോസഫിന്റെ ജീവിതത്തിൽ ചെയ്ത ക്രിയ എന്താ? The word became wisdom. വചനം ജ്ഞാനമായി മാറി ജോസഫിന്റെ ജീവിതത്തിൽ.
ഗുണപാഠങ്ങളായി പഠിച്ച വചനം ജ്ഞാനത്തിന്റെ പീഠങ്ങളായി മാറുകയാണ്. വചനത്തെ ജ്ഞാനമാക്കി തീർക്കേണ്ടവരാണ് യൗവനക്കാർ. യോസഫിനെ ജയിലിൽ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, the only man in this land gifted with wisdom. ജ്ഞാനമുള്ള ഒരൊറ്റ ഒരുവനെ ഈ നാട്ടിലുള്ളൂ, അത് ഇവനാണ്. മറ്റൊരു ചോദ്യം കൂടെ രാജാവ് ചോദിച്ചു, ഇതുപോലെ ദൈവാത്മാവുള്ളൊരു മനുഷ്യനെ ദേശത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാജാവ് ആരെ കാണാനാ പോയെ? കൺസൾട്ട് an alien and a slave. ഞാൻ ആ വാക്ക് പറയുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളോടെ പറയാനുണ്ട്. ഒരടിമയെയും ഒരു പരദേശിയെയും കൺസൾട്ട് ചെയ്യാൻ രാജാവ് പറയുകയാണ്. ഞാൻ ഓർക്കുക, മാരാമൺ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഒരു വലിയ തലമുറ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്. ഇതുപോലെ പരദേശികളായി ഒരു അടിമ വേല ചെയ്യാൻ പോയതുപോലെ ഒരുപാട് യജമാനന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ യജമാനന്മാരെല്ലാം നമ്മുടെ തലമുറയെ നോക്കി പറയുകയാണ്, അവനിൽ ദൈവാത്മാവുണ്ട്, അവനിൽ ജ്ഞാനമുണ്ട്. ഞാൻ മാരാമണ്ണുകാരോട് ഉപദേശിക്കാനല്ല, ഒരു കാര്യം അടിവരയിടാൻ പോവുക. എന്താ അടിവരയിട്ടെന്നറിയാവോ? നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും ഒരുപാട് കണ്ണുനീരൊഴുക്കി, ആ കണ്ണുനീർ ഒഴുകിയ ശിരസ്സുകളൊക്കെയാണ് ഇന്ന് ജ്ഞാനമുള്ള തലമുറയെ ഭൂമിക്ക് പ്രദാനം ചെയ്തത്. ഒരുപാട് യൗവനക്കാരെ ഞാൻ പല ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപാട് പേരെ ഈ പ്രദേശങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ കണ്ട്. അവരുടെ പൊസിഷൻസ്, അവരുടെ ജീവിതശൈലി, അവരുടെ ഭവനം, അവരുടെ ജ്ഞാനം, ഇവരൊക്കെ വലിയവരായത്, എന്നെയും നിന്നെയും ദൈവം വലിയവരാക്കിയത് ഒറ്റ വാക്കുകൊണ്ടാണ്. ഈ വചനം ഉള്ളിൽ ഉണ്ടായിരുന്നതും ആ വചനത്തിന്റെ പരിജ്ഞാനം കൊണ്ടാണ് നമ്മൾ സമർത്ഥരായത് കേട്ടോ. കയ്യൂക്കുള്ളതും ആരോഗ്യമുള്ളവരും മിടുക്കരും ഒക്കെ ദേശത്തിൽ പല രാജ്യങ്ങളിൽ ഉണ്ട്. പക്ഷേ വിസ്ഡമുള്ളൊരു തലമുറയാണ് മാർത്തോമാ സമൂഹം. എനിക്ക് ഇവിടെ അടിവരയിടാനായിട്ട് പറയാനായിട്ടുള്ളത് എന്താ? ഒരു വാക്ക മറക്കരുത്, ഈ വാക്ക്. ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. The word become wisdom, that wisdom is for witness. ദൈവം നമ്പുരാൻ നമുക്ക് വചനം കൊണ്ട് വിസ്ഡം തന്നു. ഈ വിസ്ഡം ഒരു വിറ്റ്നസ് ആക്കി തീർക്കാനാണ് ജോസഫിന് സാധ്യമായി തീർന്നത്. ഇതാ അന്യദേശത്ത് വചനം കൊണ്ട്, വചനധ്യാനം കൊണ്ട് വിസ്ഡം കിട്ടി. വിസ്ഡത്തെ ഒരു സാക്ഷ്യമാക്കി ജോസഫ് തീർത്തു. ഞാൻ അവസാനിപ്പിക്കുക. ഈ പറയുന്ന വാക്ക് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളും യൗവനക്കാരും ഈ രാത്രി ധ്യാനിക്കണം. ഒരു കാര്യം, എന്നെ കേൾക്കുന്ന മക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ വചനത്തിന് രൂപാന്തരത്തിനുള്ള ശക്തിയുണ്ട്. The word is the word of transformation. ഈ രാത്രി വചനം ഉയർത്തി നിങ്ങളോട് പറയുക, ഇത് കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാലുണ്ടല്ലോ, എന്നെയും നിന്നെയും വല്ലാതെ രൂപാന്തരപ്പെടുത്തി വചനം. ജോലിയില്ലാതെ വിഷമിക്കുന്നവരോ, തൊഴിൽ പോയവരോ, പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ, പഠനം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്തവരോ, കോഴ്സിന് പോകാത്തവരോ ഒക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ യുവജന വാരത്തിൽ ഒരു കൊച്ചു സമർപ്പണം ചെയ്യണം. കർത്താവെ, ഇനിയുള്ള എൻ്റെ ആയുസ്സിൽ മേക്ക് ദിസ് വേർഡ് മൈ വിസ്ഡം. ഈ വചനം എനിക്ക് ജ്ഞാനം തരണം. ഈ ജ്ഞാനം എൻ്റെ സാക്ഷ്യമാക്കി തീർക്കാൻ എനിക്ക് കൃപ തരണം. ഈ യുവജന വാരത്തിലെ ഏറിയൊരു സമർപ്പണമാണത്. ഞാൻ വിശ്വസിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന ഞാൻ ഏറെ പ്രിയപ്പെടുന്ന എൻ്റെ യൗവനക്കാർ, എൻ്റെ മാതാപിതാക്കൾ,
അതാത് ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കൊച്ചു സമർപ്പണത്തിനായി ഈ സന്ധ്യ ഉപയോഗിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. വചനം ജ്ഞാനമാകുകയും ജ്ഞാനം ഒരു സാക്ഷ്യമായി തീരുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ പോവുകയാണ്. തുടങ്ങിയത് ഇങ്ങനെയാണ്. അങ്ങനെ ദൈവവചനം ജോസഫിന്റെ കൂടാരത്തിൽ മൊറൈൽസ് ആയിട്ട്, മോഡൽസ് ആയിട്ട് മാറി. പിന്നെ അങ്ങോട്ട് വന്നപ്പോ അത് മൂല്യങ്ങളായി, പിന്നെ അത് തത്വമായി, പിന്നെ അത് വിശുദ്ധമായി. മറക്കല്ലേ, വചനം ഇപ്പൊ കൂടാരത്തിൽ എങ്ങനെ ഇരിക്കുന്നു? കൊച്ചു കൊച്ചു ഉപദേശങ്ങളായിട്ടാണ് നമ്മുടെ കൂടാരങ്ങളിൽ നോക്കി കിട്ടുന്നത്. അല്പം കൂടെ കഴിയുമ്പം അത് നല്ല മൂല്യങ്ങളായി തീരും. മൂല്യങ്ങൾ കുറെ കൂടെ കഴിയുമ്പോൾ തത്വങ്ങളായി തീരും. തത്വങ്ങൾ നമ്മുടെ ഉള്ളിലെ ജ്ഞാനമായി തീരും. ആ ജ്ഞാനം ലോകത്തിന് ഒരു സാക്ഷ്യമായി തീരും. ഈ രാത്രി